എനിക്ക് പൊതുവെ മലയാളികളോടുള്ള അവരുടെ പെരുമാറ്റമൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് മലയാളി വളരെ കേമപ്പെട്ട ഒരു ജനതയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ പൊതുവെ നമ്മളൊരു ഇൻഫീരിയറായിട്ടാണ് ഇന്ത്യക്കാരെ കാണുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിലുള്ള ആളുകൾ അവർ ഹിന്ദി എന്നാണ് വിളിക്കുക. ഹിന്ദി എന്നാണ് ജനറലായിട്ട് വിളിക്കുക. അതൊരു പുച്ഛമാണ്. മുസ്ലിമായാണോ ഇതൊക്കെ വെറുതെ നമ്മളുണ്ടാക്കുന്നതാണ്. മുസ്ലിമായ അവിടെ ചെന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിലരൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്ക് ഒരു പുച്ഛമുണ്ട്. ഈ പുച്ഛം എന്നെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. അത് സാഹിബ്മാർക്കൊക്കെ നമുക്കൊരു ഈക്വൽ ജോലിക്ക് ഈക്വൽ ശമ്പളം പോലുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ ജോലി വേറൊരു രാജ്യക്കാരൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അറബി ചെയ്യുകയാണെങ്കിൽ അവന് വലിയ പൈസ കൊടുക്കും അവർ. പിന്നെ നമുക്ക് ഒരു അപകർഷതാബോധമുള്ളവരാണ് നമ്മൾ അവരാണ് കേമന്മാർ എന്നൊരു തോന്നുന്നത്. നമ്മളെ വളരെ പർപ്പസ്ഫുള്ളായിട്ട് നമ്മളെ പഠിപ്പിച്ചു വിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഇൻഫീരിയർ ആണെന്നുള്ളത്. അത് നമ്മളെ സ്കൂളിൽ നിന്ന് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ ഭാഷ മോശമാണ്, ഇംഗ്ലീഷാണ് കേമപ്പെട്ട ഭാഷ. അതൊക്കെ നമ്മളെ വല്ലാതെ വശം കെടുത്തുന്നുണ്ട്. അങ്ങനെ 1-2 അറബികൾ എന്നോട് ചോദിച്ചു. നമ്മളെ കുറച്ച് ഇതൊക്കെ ഉള്ള അറിയണം. എൻ്റെ ഒരു മുതലാളി ഉണ്ടായിരുന്നു, അൻവർ സാഗോ എന്ന് പറഞ്ഞൊരു ഈജിപ്ഷ്യൻ. അയാൾ എന്നോട് ചോദിച്ചു, വൈ യു ആർ ലൈക്ക് ദിസ്, വൈ യു ഡോണ്ട് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. നമ്മളിങ്ങനെ വളഞ്ഞിട്ട് നിൽക്കുക. എന്നിട്ടൊരു വിനയത്തോടു കൂടിയിട്ടുള്ളൊരു നിൽപ്പുണ്ട് മലയാളിയുടെ. അപ്പോൾ അയാൾ ചോദിച്ച്, എന്തുകൊണ്ടാണ് നിങ്ങൾ നിൽക്കാത്തത്? അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഉത്തരം പറഞ്ഞു, വി വെർ റൂൾഡ് ബൈ ബ്രിട്ടീഷ്. പക്ഷേ ഇമ്മീഡിയറ്റ് അയാൾ പറഞ്ഞു, വി ഓൾസോ വെർ റൂൾഡ് ബൈ ബ്രിട്ടീഷ്, വി ഡോണ്ട് സ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഈസ് ഇൻ യുവർ ബ്ലഡ്. അതെനിക്ക് വലിയ ഷോക്കായി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്കായിരുന്നു. അതുപോലെ ഒരു പലസ്തീനിയ ഉണ്ടായിരുന്നു, റഫീഖ് യൂനസ് അൽ മൻസൂർ എന്ന് പറഞ്ഞ പേര്. അയാൾ ക്രിസ്ത്യാനിയാണ്. പലസ്തീനിലെ ഏറ്റവും ഫേമസ് കുടുംബത്തിൽപ്പെട്ട അയാൾ ഇപ്പോഴും ഉണ്ട്, അബുദാബിയിലുണ്ട്. വലിയ എൻജിനീയറാണ് അയാൾ, നല്ല കാണാൻ അതീവ സുന്ദരനായിട്ടുള്ളതാണ്. അയാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ അയാളെ സർ എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഡോണ്ട് കോൾ മീ സർ, ഹു ടോട്ട് യു ദിസ് വേർഡ്. നമ്മൾ ജന്മല പഠിച്ചു വന്നൊരു വാക്കാണ്. അപ്പോൾ അയാൾ പറഞ്ഞ്, എന്നെ നീ ഒരിക്കലും അങ്ങനെ വിളിക്കരുത്. നീ അങ്ങനെ എന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ നിന്നിൽ ഒരടിമ. അതിനുശേഷം ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ഇവിടെ നിയമസഭയിൽ ഇടയ്ക്ക് സ്പീക്കറെ വിളിക്കേണ്ടി വന്നുള്ളതല്ലാതെ ഒരു ഉദ്യോഗസ്ഥനെയും ഞാൻ ചേർന്ന് വിളിക്കാറില്ല. ഞാൻ ആരെയും വിളിക്കുകയില്ല. അതെനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു പാഠമാണ്. ഇതൊക്കെ കൂടിയിട്ട് നമ്മളിലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷനുമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. പക്ഷേ എന്നിൽ അറിയാതെ ഒരു ആത്മബലം ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നു ഈ ചിന്തകളൊക്കെ. അത് ഞാൻ ചലച്ചിത്ര മേഖലയിൽ വന്നപ്പോഴൊക്കെ കൂടുതൽ ശക്തി നൽകി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരാളെ ഗുരുനാഥനാക്കി കൊണ്ട് നടക്കുക ആ പരിപാടിയൊന്നും എനിക്കില്ല. ഒരു സാഹിബിനെ കണ്ട കവാത്ത് മടക്കുക. ഈ ചലച്ചിത്ര രംഗത്തൊക്കെ നമ്മളിവിടെ കാണുന്ന ഇൻ്റലക്ച്വൽസിൻ്റെ വലിയ സംവിധായകർ പോലും സാഹിബിനെ കണ്ട അപ്പോൾ ബേജാറായി വരും. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അവരുടെ സർട്ടിഫിക്കറ്റ് പോലാണോ നമ്മളെ സിനിമ നിൽക്കുന്നത്? നിങ്ങളെ ക്രിയേറ്റിവിറ്റി അളക്കുന്നത് നിങ്ങളെ സഹോദരങ്ങളാണ്, മലയാളിയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സിനിമ ഉണ്ടാക്കുന്നത്? സാഹിബിന് കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സാധനം ഈ പാരലൽ സിനിമ കൊണ്ടുവന്നിരുന്നത്. അതിനെ ഞാൻ നെഗറ്റ് ചെയ്തിട്ടുണ്ട്.